പ്രിയമുള്ളവരെ, നിക്കാഹിൻ്റെ അനിവാര്യ ഘടകങ്ങളിൽപ്പെട്ട സ്വീഗ വാചകം അഥവാ വലിയ കൈക്കാരൻ്റെ ഈജാബിൻ്റെ വാക്യത്തെക്കുറിച്ചും സൗജ് വരൻ്റെ കബൂലിൻ്റെ വാചകത്തെക്കുറിച്ചുമുള്ള ഇസ്ലാമിക നിലപാട് ഹ്രസ്വമായി കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി. ഇനി നിക്കാഹിൻ്റെ അനിവാര്യ ഘടകങ്ങളിൽപ്പെട്ട സൗജാനി വധു വരന്മാർ ഇവരെ സംബന്ധിച്ച ഇസ്ലാമിക നിലപാട് ഹ്രസ്വമായി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി വധുവിൻ്റെ കാര്യം തന്നെ നമുക്ക് നോക്കാം. വിവാഹം ചെയ്യപ്പെടുന്ന പെണ്ണിൽ പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവൾ മറ്റൊരാളുടെ കെട്ടുബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാര്യയാകരുത്. അതുപോലെ മറ്റൊരു ഭർത്താവ് വിവാഹമോചനം നടത്തിയതിനാലോ മറ്റോ ഇദ്ദയാചരിക്കുന്ന പെണ്ണുമാകരുത്. പെണ്ണിനെ നിർണയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു വലിയ ഈജാബിൻ്റെ വാക്കായി എൻ്റെ മക്കളിൽ ഒരുത്തിയെ താങ്കൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്നു പറഞ്ഞാൽ പെണ്ണ് നിജമാകാത്തതുകൊണ്ട് പ്രസ്തുത നിക്കാഹ് അസാധുവാകുന്നതാണെന്ന് നമ്മുടെ ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഫതുഹുൽ മുഈൻ 348 പേജ് നോക്കിയാൽ കാണാം. വധുവരന്മാർക്കിടയിൽ കെട്ടുബന്ധം സ്ഥാപിക്കാൻ പാടില്ലാത്ത ബന്ധവും ഉണ്ടാകാൻ പാടില്ല. കുടുംബ ബന്ധം, മുലകുടി ബന്ധം, വൈവാഹിക ബന്ധം എന്നിങ്ങനെ 3 തരത്തിൽ ഇതുണ്ടാകാം. വധുവരന്മാർക്കിടയിൽ കെട്ടുബന്ധം സ്ഥാപിക്കാൻ പാടില്ലാത്ത ബന്ധമായി കണക്കാക്കുന്ന ഒന്നാമത്തെ ബന്ധം കുടുംബ ബന്ധമാണ്. ഈ കുടുംബ ബന്ധം കൊണ്ട് നിക്കാഹ് ഹറാമാകുന്നവർ ആരൊക്കെയാണ്? നമ്മുടെ ഫുഖഹാ വിവരിക്കുന്നു, കുടുംബ ബന്ധം കൊണ്ട് വിവാഹം ഹറാമാകുന്നവർ 7 പേരാണ്. മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, സഹോദരപുത്രിമാർ, സഹോദരീ പുത്രിമാർ, പിതൃ സഹോദരി, മാതൃ സഹോദരി എന്നിവർ കുടുംബ ബന്ധം കൊണ്ട് നിക്കാഹ് ചെയ്യൽ ഹറാമാകുന്നവരാണ് എന്ന് നമ്മുടെ ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫതുഹുൽ മുഈൻ 349 പേജ്. അതുപോലെ തന്നെ കുടുംബ ബന്ധം കൊണ്ട് വിവാഹം ഹറാമാകുന്ന 7 വിഭാഗം മുലകുടി ബന്ധം കൊണ്ടും വിവാഹം ഹറാമാകുന്നവരാണ്. വയഹ്റുമു മിനർ റളാഇ മാ യഹ്റുമു മിനൻ നസബി, കുടുംബ ബന്ധത്താൽ ഹറാമാകുന്നവരെല്ലാം മുലകുടി ബന്ധം കൊണ്ടും വിവാഹം ഹറാമാകുന്നവരാണ്. അതായത് മുലയൂട്ടിയ സ്ത്രീ മുല കുടിച്ച കുഞ്ഞിന് ഒറിജിനൽ ഉമ്മയെപ്പോലെയാണ്. ഈ മുലകുടി ബന്ധത്തിലൂടെ മുലകുടിച്ച കുഞ്ഞിന് പുത്രിമാർ ഉണ്ടാവുകയാണ് എങ്കിൽ ആ മുല കുടിച്ച കുഞ്ഞിൻ്റെ സ്വന്തം പുത്രിമാരെ പോലെയാണ്. മുലയൂട്ടിയ സ്ത്രീയുടെ പെൺമക്കൾ മുല കുടിച്ച കുഞ്ഞിൻ്റെ സ്വന്തം സഹോദരിമാരെ പോലെയാണ്. മുലയൂട്ടിയ സ്ത്രീയുടെ ആൺമക്കളുടെ പുത്രിമാർ മുല കുടിച്ച കുട്ടിയുടെ സ്വന്തം സഹോദരന്മാരുടെ പെൺമക്കളെ പോലെയാണ്. മുലയൂട്ടിയ സ്ത്രീയുടെ പെൺമക്കളുടെ പുത്രിമാർ മുല കുടിച്ച കുഞ്ഞിൻ്റെ സ്വന്തം സഹോദരിമാരുടെ പുത്രിമാരെ പോലെയാണ്. മുലയൂട്ടിയ സ്ത്രീയുടെ ഭർത്താവിൻ്റെ സഹോദരി മുല കുടിച്ച കുഞ്ഞിൻ്റെ പാപ്പാൻ്റെ സഹോദരിയുടെ സ്ഥാനത്താണ്. മുലയൂട്ടിയ സ്ത്രീയുടെ സഹോദരി മുല കുടിച്ച കുഞ്ഞിൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ സ്ഥാനത്തുമാണ്. ഈ 7 വിഭാഗം കുടുംബ ബന്ധം കൊണ്ട് നിക്കാഹ് ഹറാമാകുന്ന 7 വിഭാഗം മുലകുടി ബന്ധം കൊണ്ടും വിവാഹം ഹറാമാകുന്നതാണ് എന്ന് നമ്മുടെ ഇമ്മത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിവാഹബന്ധത്തിലൂടെ നിക്കാഹ് ചെയ്യൽ ഹറാമാകുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തതിനാൽ വരുന്ന ബന്ധമാണ് കെട്ടുബന്ധം. അതുകാരണം വിവാഹം ചെയ്യാൻ പാടില്ലാത്ത പല സ്ത്രീകളുമുണ്ട്. നമ്മുടെ ഇമ്മത്തുകൾ വിവരിക്കുന്നു, ഫതഹറുമു സൗജത്തു അസ്ലിൻ, പിതാക്കൾ വിവാഹം ചെയ്ത സ്ത്രീകൾ നിഷിദ്ധമാകും. ഫസുലിൻ, മക്കൾ വിവാഹം ചെയ്ത സ്ത്രീകളും നിഷിദ്ധമാകും. അസുലു സൗജത്തിൻ, ഭാര്യ മാതാക്കൾ നിഷിദ്ധമാകും. കഥാ ഫസുലുഹ ഇൻ ദഖല ബിഹ, അവനുമായി സംയോഗത്തിലേർപ്പെട്ട ഭാര്യയുടെ പുത്രിമാരുണ്ടെങ്കിൽ അവരും കെട്ടുബന്ധം നിഷിദ്ധമാകുന്നവരാണ്. നമ്മുടെ ഇമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള യാഥാർത്ഥ്യമാണിത്. അതുപോലെ തന്നെ വധുവിൽ വരുന്ന മറ്റൊരു നിബന്ധനയാണ് വധു മുസ്ലിമത്തോ
തനിച്ച വേദക്കാരിയോ ആകണമെന്നത്. പെണ്ണ് ഒറിജിനൽ മുസ്ലിമായിരിക്കണം, അല്ലെങ്കിൽ തനിച്ച വേദക്കാരിയായിരിക്കണം. ജൂത ക്രിസ്തീയ സ്ത്രീകളല്ലാത്ത അമുസ്ലിം സ്ത്രീകളെ വിവാഹം ചെയ്യാൻ പാടില്ല. ജൂത സ്ത്രീ ഇസ്രായേലി സന്തതികളിൽപ്പെട്ടവളാണെങ്കിൽ അവളുടെ ആദ്യ പിതാവ് ആ മതത്തിൽ ചേർന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയായതിൻ്റെ ശേഷമാണെന്ന് അറിയപ്പെടാതിരിക്കൽ നിബന്ധനയാണ്. ഇസ്രായേലി സന്തതികളിൽപ്പെട്ടവളല്ലെങ്കിൽ അവളുടെ ആദ്യ പിതാവ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയാകുന്നതിൻ്റെ മുൻപ് ആ മതം സ്വീകരിച്ചുവെന്നറിയപ്പെടുകയും വേണം. ക്രിസ്തീയ സ്ത്രീ ഇസ്രായേലിയാണെങ്കിൽ തൻ്റെ പിതാവ് നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിൻ്റെ ശേഷം ക്രിസ്തുമതം സ്വീകരിച്ചതാണെന്ന് അറിയപ്പെടാതിരിക്കൽ നിബന്ധനയാണ്. ഇസ്രായേലി അല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിനു മുൻപ് അവളുടെ ആദ്യത്തെ പിതാവ് ക്രിസ്തുമതം സ്വീകരിച്ചതായി അറിയപ്പെടുകയും വേണം. എങ്കിലേ അവളെ നിക്കാഹ് ചെയ്യൽ അനുവദനീയമാവുകയുള്ളൂ. ഇനി വരനുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിവാഹത്തിൻ്റെ ഘടകമായ വരനിലും പല നിബന്ധനകളുമുണ്ട്. വലിയ അഥവാ കൈക്കാരൻ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന വരൻ സൗജ് നിശ്ചിത വ്യക്തിയായിരിക്കണം. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് ഞാൻ എൻ്റെ മകളെ നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറഞ്ഞാൽ അത് മതിയാകില്ല. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത വ്യക്തിയോട് താങ്കൾക്ക് എൻ്റെ മകളെ ഞാൻ നിക്കാഹ് ചെയ്ത് തന്നിരിക്കുന്നു എന്നു തന്നെ പറയേണ്ടതാണ്. ഉദ്ദിഷ്ട വധുവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരൻ്റെ മുൻ ഭാര്യമാരായി നിലവിലുണ്ടാകാനും പാടില്ല. സഹോദരി, പിതൃ സഹോദരി, മാതൃ സഹോദരി മുതലായവരാണ് അടുത്ത ബന്ധുക്കൾ എന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് നാം ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കണം. അതുപോലെ വരൻ്റെ കീഴിൽ വേറെ 4 ഭാര്യമാരുണ്ടാകാനും പാടില്ല. ഉണ്ടായാൽ ഈ വിവാഹം ചെയ്യുന്ന പെണ്ണ് 5ാം ഭാര്യയാകുമല്ലോ. ഒരു പുരുഷന് 4-ലധികം ഭാര്യമാരെ ഒരേ സമയം വെച്ചു പുലർത്താൻ ഇസ്ലാം അനുവദിക്കുന്നില്ല തന്നെ. 4 ഭാര്യമാരിൽ ചിലർ മടക്കിയെടുക്കാവുന്ന ത്വലാഖ് ചൊല്ലിയതിൻ്റെ പേരിലുള്ള ഇദ്ദയിലായിരുന്നാലും 5ാം വിവാഹം പാടില്ലാത്തതാണ്. ഇനി നാം വേർതിരിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരേ സമയം 4-ലധികം സ്ത്രീകളുടെ ഭർത്താവാകാൻ പാടില്ല എന്ന നിയമം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാധകമല്ല തന്നെ. അവിടുത്തെ ഭാര്യമാരിലൂടെയാണ് സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതും മറ്റൊരാൾ അറിയുന്നതിൽ സ്വാഭാവികമായും ലജ്ജിക്കുന്നതുമായ സ്വകാര്യ കാര്യങ്ങളുടെയും മറ്റും ശർഈയായ നിയമവശം ഏറിയ കൂറും സമുദായത്തിന് ലഭിച്ചത്. അവിടുത്തെ വിവാഹങ്ങളിൽ ഇതും അല്ലാത്തതുമായ പല നേട്ടങ്ങളും സാഹചര്യങ്ങളുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യം മറ്റു സാധാരണ മനുഷ്യന്മാരുടെ കാര്യങ്ങളെപ്പോലെ നാം വിലയിരുത്താൻ പാടുള്ളതല്ല. ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല സവിശേഷതകളും പല പ്രത്യേകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയിട്ടുണ്ട്. അത് നാം വേറിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ സത്യസന്ധമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നാം ഏവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു തആല ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അല്ലാഹു അകറ്റുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പരിശുദ്ധ സ്വർഗ്ഗപ്രവേശവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചു നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറവു ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ ഖബറാളികൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മെയും കൂട്ടുകുടുംബാദികളെയും മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.